ഇതിൽ എത്ര ആൾക്കാരുണ്ട്? ഓണ്ടർപ്രണേഴ്സ് എത്ര ആൾക്കാരുണ്ട്? ജസ്റ്റ് മെസ്സേജ് ഒരു ഹൈഫൈ കാണിക്കുക മെസ്സേജിൽ. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, ഓണ്ടർപ്രണേഴ്സ്. നമ്മൾ ഈ സെക്ഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഹൈഫൈ സ്റ്റുഡിയോ വെച്ചാൽ ഹായ് അയച്ചിട്ടുണ്ട്. മാർക്കറ്ററാണോ, ഡിജിറ്റൽ മാർക്കറ്ററാണോ, ഓണ്ടർപ്രണർ ആണോ, അല്ലെങ്കിൽ ഫ്രീലാൻസർ ആണോ, സ്റ്റുഡൻ്റ് ആണോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നമുക്ക് ഈ സെക്ഷനിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, സോ നമുക്ക് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആണ് സെക്ഷന്. സോ വെബ് ഡെവലപ്പർ സ്റ്റുഡൻ്റ് ആണ്, അസർ വെബ്. ഓക്കെ, ദെൻ അതേഴ്സ് ബാക്കിയുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻ്റ് ആണ്, ആദിലാദി സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, വർക്കിംഗ് ബാക്ക് ആൻഡ് സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ഓക്കെ ഓക്കെ, സ്റ്റുഡൻ്റ് ഉണ്ട്, റിഫർ ചെയ്ത സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ നമ്മൾ കുറേ ആൾക്കാർ ഇപ്പോൾ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഷോപ്പിഫൈ, അതുപോലെ തന്നെ എന്താണ് വേർഡ്പ്രസ് ഉള്ളതാണ്, വാട്ട് ആൻഡ് വൈ ആണ്, എന്തിനാണെന്ന് കൂടി നമ്മൾ പറയാം. ഷോപ്പിഫൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വേർഡ്പ്രസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ചൂസ് ചെയ്യണം, 2025 നിങ്ങൾ എന്തുകൊണ്ട് ഇത് ലേൺ ചെയ്യണം, പിന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ഡെമോ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഷോപ്പിഫൈൻ്റെ ഒന്ന് കാണിച്ചു തരും, അതുപോലെ തന്നെ വേർഡ്പ്രസിൻ്റെ ഡെമോ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും. ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഉണ്ടാവും, Q&A ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഞാനും സൽമാനും വർക്ക് ചെയ്ത കുറച്ച് ബ്രാൻഡ്സ് ആണ്. ബൈസിക്കിൾ കാർട്ട്, യുവറിസ്, ബ്ലൂ സ്കൈ, വാക്കറോ, ഓർഗാനിക് നേത്ര, ക്രാഫ്റ്റീസ്, വത്യ, ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്ത ബ്രാൻഡ്സ്. ഓക്കെ, സോ നമ്മൾ സെക്ഷനിലേക്ക് കടക്കാം. എന്താണ് ഷോപ്പിഫൈ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഷോപ്പിഫൈ എന്നുള്ള? എനിവൺ? ഷോപ്പിഫൈ എന്ന് വെച്ചാൽ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസ് സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ 75% നമ്മൾ കാണുന്ന ഇ-കൊമേഴ്സ് ബ്രാൻഡ്സും ഷോപ്പിഫൈയിൽ ബിൽഡ് ചെയ്തതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പം ബോട്ട്. ഇപ്പം ബോട്ട് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ബോട്ട്. ഓക്കെ, ഈ ഒരു വർക്ക്ഷോപ്പിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തത് ഷോപ്പിഫൈയിലാണ്. നെക്സ്റ്റ് വരുന്ന വെബ്സൈറ്റ് കുറേ ആൾക്കാർക്കൊക്കെ അറിയാൻ വഴിയുണ്ടാവും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് ഷോപ്പിഫൈയിലാണ്. നിങ്ങൾ ഓരോ വെബ്സൈറ്റും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലേ ഔട്ടാണ്. സ്ക്രീന് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഓരോന്നും ഡിഫറെൻറ്റ് ലേ ഔട്ടിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് പ്ലം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആഡായിട്ടും സോഷ്യൽ മീഡിയയിൽ ആഡായിട്ടും അല്ലെങ്കിൽ റീൽസ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോംസും വെബ്സൈറ്റുമാണ് ഇതൊക്കെ. ഓക്കെ, ഈ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഷോപ്പിഫൈയിലാണ്. ഇതൊക്കെ സീറോ കോഡഡ് പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ലിവൈസ്. നെക്സ്റ്റ് വരുന്ന ലിവൈസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡായിരിക്കാം. ലിവൈസ് എന്നുള്ളൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ലിവൈസ് പോലും അവരുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഷോപ്പിഫൈയിലാണ്. ദെൻ വാക്കറോ നമ്മളെ ഡെവലപ്പർ സൽമാൻ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ് വാക്കറോ. പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ ബിയർഡോ അതുപോലെ തന്നെ ഷോപ്പിഫൈ ബിൽഡ് ചെയ്തൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ ഈ ഓരോ വെബ്സൈറ്റും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലേ ഔട്ടിലാണ്. ഓരോ സെക്ഷൻസ് ആണെങ്കിലും, ഓരോ പ്രൊഡക്റ്റിൻ്റെ സെക്ഷൻസ് ആണെങ്കിലും, കാറ്റഗറീൻ്റെ സെക്ഷൻസ് ആണെങ്കിലും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത പോലെ ഉണ്ടാവുക.
നമ്മളിപ്പോൾ കാണുന്ന പല ബ്രാൻഡ്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പിഫൈ ആണ്. ഡോട്ട് ആൻഡ് കീ ആൾക്കാർക്കും ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോട്ട് ആൻഡ് കീ എത്ര കളർഫുൾ ആയിട്ട് ഒരു വെബ്സൈറ്റിൽ നോക്കി. അതായത് നമ്മൾ കാണുന്ന ഓരോ വെബ്സൈറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് കോഡ് ചെയ്തിട്ടോ കാര്യം ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആക്കുന്നത്. അതിൻ്റെ ഡെമോ സെക്ഷനിൽ നമ്മൾ കാണിക്കും എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ ഈ വെബ്സൈറ്റൊക്കെ കണ്ടു, ബിയർഡ് കണ്ടു, വാക്കർ കണ്ടു, ലിവൈസ് കണ്ടു, പ്ലം കണ്ടു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചില ആൾക്കാരൊന്നും സംസാരിക്കില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അറൗണ്ട് നമ്മളിപ്പോൾ കാണുന്ന 75% വെബ്സൈറ്റും ഇപ്പം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഷോപ്പിഫൈയിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈ ചൂസ് ഷോപ്പിഫൈ? എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത്? 2025 മാത്രം 5 മില്യൺ വെബ്സൈറ്റാണ് ഷോപ്പിഫൈയിലുള്ളത്. 2028 ആവുമ്പോഴേക്ക് അത് അറൗണ്ട് 15 മില്യൺ വെബ്സൈറ്റ് ഷോപ്പിഫൈയിൽ മാത്രം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് നോ കോഡറാണ്, കോഡിങ് കാര്യങ്ങളൊന്നും വേണ്ട, ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈലി കസ്റ്റമൈസബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്സ് ഉണ്ടാവും, തീംസ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്സ് ഉണ്ടാവും, തീംസ് ഉണ്ടാവും. ഷോപ്പിഫൈ എപ്പോഴും ഡെവലപ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. ഡെവലപ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ബൈ ഗിവിങ് കമ്മീഷൻ. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്ത് ഒരു ക്ലയൻറ്റിന് വേണ്ടി നമ്മളൊരു സ്റ്റോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും, ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യും. ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്താൽ ക്ലയൻറ്റ് മന്ത്ലി പേയ്മെൻറ്റ് ഷോപ്പിഫൈക്ക് വേണ്ടി നടത്തും. ആ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആസ് എ ഡെവലപ്പർ നിങ്ങൾ ചെയ്ത വെബ്സൈറ്റ് ആണെങ്കിൽ ആ പേയ്മെൻറ്റ് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ഷോപ്പിഫൈ തരും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഷോപ്പിഫൈ കൂടുതൽ ഡെവലപ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. അത് നിങ്ങൾക്ക് വരുവാന്ന് വെച്ചാൽ ഡോളർ ബേസിലായിരിക്കും വരിക. നിങ്ങളിപ്പോൾ ഒരു 10 വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് 10ഉം ലൈവായിട്ട് നിങ്ങൾ ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്ത് 10ഉം ആക്റ്റീവായിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ മന്ത്ലി നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് മന്ത്ലി, അതായത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, അതിന് ശേഷം നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും മന്ത്ലി. സോ അതാണ് പ്രൊമോട്ടിങ് ഡെവലപ്പേഴ്സ് ബൈ ഗിവിങ് കമ്മീഷൻ. പിന്നെ ഷോപ്പിഫൈൻ്റെ റെഡ് എന്ന് വെച്ചാൽ മൊബൈൽ ഫ്രണ്ട്ലിയാണ്. അത് നിങ്ങളിപ്പം ലാപ്ടോപ്പ് വ്യൂവിൽ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ വ്യൂവിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആസ് എ ഡെവലപ്പർ എന്നുള്ളതിൽ നിങ്ങൾ ഷോപ്പിഫൈ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണോ ബിൽഡ് ചെയ്യുന്നത് ആ രീതിയിൽ ബിൽഡ് ചെയ്യുക. അത് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരും. സെപ്പറേറ്റ് കോഡ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ രീതിയിൽ ചെയ്യുക, ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഷോപ്പിഫൈൻ്റെ വേറെ എന്ന് വെച്ചാൽ ലെസ് ടൈം ടു ഡെവലപ്പ് ആണ്. മറ്റുള്ള പ്ലാറ്റ്ഫോംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെവലപ്പിങ്ങിൻ്റെ ടൈം വളരെ കുറവാണ്. ലെസ് ടൈം ടു ഡെവലപ്പ് ആൻഡ് സ്റ്റഡി ഓൾസോ. കാരണം നമുക്ക് പഠിക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ കോഡിംഗ് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് എടുക്കും കോഡിംഗ് വെബ്സൈറ്റ് പഠിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഇ-കോമേഴ്സ് കോഡിങ്ങിൽ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ 6 മന്ത് നമുക്ക് പഠിക്കണം. അതൊരു കോഴ്സ് ഫീയോ അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1 ഇയർ എങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ. ബട്ട് ഷോപ്പിഫൈനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു 1 മന്ത് പഠിച്ചെടുക്കാനും പറ്റും, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കോഡിങ്ങിൽ ഒരു 1 മന്ത് എടുക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ 15 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഷോപ്പിഫൈ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് എൻഡ് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോൾ ക്ലയൻറ്റിന് പോലും കോഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇവൻ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ആയിക്കോട്ടെ ഒരു ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ. ബട്ട് ഇതിൻ്റെ ബാക്ക് എൻഡ് എന്ന് വെച്ചാൽ ഷോപ്പിഫൈൻ്റെ ബാക്ക് എൻഡ് ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വേർഡ്പ്രസ് ആണ്. എന്താണ് വേർഡ്പ്രസ് ആരെങ്കിലും അറിയാമോ? വേർഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു കമ്പനി വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഒരു കമ്പനി വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. എന്താണ് വേർഡ്പ്രസ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നാസ എന്നുള്ളൊരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം. നാസ എത്ര വലിയ കമ്പനിയാണെന്നും എത്രത്തോളം സെക്യൂർ ആയിട്ടുള്ള കമ്പനിയാണെന്നും. ബട്ട് നാസ എന്നുള്ള വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഷോപ്പിഫൈയിലാണ്. നാസ എന്നുള്ളൊരു കമ്പനിക്ക് വേണമെങ്കിൽ ഒരു ഹൈ സെക്യൂർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. കോഡിങ് തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നാസ പോലും പ്രിഫർ ചെയ്യുന്നത് വേർഡ്പ്രസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ വെച്ച് ഞാൻ കാണിച്ചു തരാം. ല്ലേ കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വേർഡ്പ്രസ്. ഓക്കെ, സോ 1 സെക്കൻഡ് ഞാൻ ഒരാളെ ഇൻ ചെയ്തതാണ്. 1 സെക്കൻഡ്. ഓക്കെ, കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇതിലെ കോണ്ടന്റ്സ് കാര്യം ഇതിലാണ് മാനേജ് ചെയ്തത്, അതായത് ഇതിലാണ് ബിൽഡ് ചെയ്തതാണ് വേർഡ്പ്രസ് നടത്തില്ല. ഓക്കെ, ഇതുപോലത്തെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്.
ഇപ്പം നാസൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹൈലി കോഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ബട്ട് നാസ പോലും ചൂസ് ചെയ്യുന്ന വേർഡ്പ്രസ്സിലുള്ള പ്ലാറ്റ്ഫോമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനിയുള്ള ഫ്യൂച്ചർ നോ കോഡഡ് വെബ്സൈറ്റാണ്. ഉസൈൻ ബോൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഉസൈൻ ബോൾട്ടിൻ്റെ ഒരു പോർട്ട്ഫോളിയോ പേജാണ്. ഉസൈൻ ബോൾട്ട് എന്താണ് ചാരിറ്റി കാര്യങ്ങളൊക്കെ ഉസൈൻ ബോൾട്ട് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ, ഉസൈൻ ബോൾട്ടിൻ്റെ ഫൗണ്ടേഷൻ, ഇത് ഉസൈൻ ബോൾട്ടിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണ്. ഉസൈൻ ബോൾട്ട് എന്താണെന്ന് ആൾക്കാരിലേക്ക് കാണിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ. അതായത് വേർഡ്പ്രസ് വെബ്സൈറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു കമ്പനി ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഷോക്കേസ് ചെയ്യാൻ. സെല്ലിങ്ങിന് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷോപ്പിഫൈ എന്നുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട്. നമുക്ക് വേർഡ്പ്രസ്സിൽ ചെയ്യാൻ പറ്റും, ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. വുക്കോമേഴ്സ് വെച്ചിട്ട് ചെയ്യാം, ബട്ട് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുക ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ ഡൗട്ട് ചെയ്യും, ആ ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഉള്ളത് ആംഗ്രി ബേർഡ്സ് ഡെവലപ്പ് ചെയ്തതും വേർഡ്പ്രസ്സിലാണ്. വോഗ് എന്നുള്ള വെബ്സൈറ്റ്, വോഗ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മൾ ലിവൈസ് പറഞ്ഞ പോലെ തന്നെ വോഗും ഡെവലപ്പ് ചെയ്തത് വേർഡ്പ്രസ്സിലാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ID ഫ്രഷ്. നമ്മൾ പല സൂപ്പർ മാർക്കറ്റുകളിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്രാൻഡ് ID ഫ്രഷ് എന്നുള്ള. ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിട്ടുള്ളത് വേർഡ്പ്രസ്സിലാണ്. അവരിതിൽ സെല്ലിംഗ് ഇല്ല. അവരെന്താണ്, അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് അവരിതിൽ ഷോക്കേസ് ചെയ്യുന്നത്. റെസിപ്പീസ് ഉണ്ട് അവരിതിൽ. ഭയങ്കര അട്രാക്റ്റീവായിട്ട് നല്ല ഡിസൈനിലാണ് അവർ ചെയ്തത്. കളറാണെങ്കിലും ഫോൺസ് ആണെങ്കിലും ലേഔട്ട് ആണെങ്കിലും ഓരോ റെസിപ്പീസ് കാര്യങ്ങളാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ കാണുന്ന നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ലൈഫ് കാണുന്ന പല വെബ്സൈറ്റുകളും ഒന്നുകിൽ ഷോപ്പിഫൈ അല്ലെങ്കിൽ വേർഡ്പ്രസ്സിലാണ്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. ആൾക്കാർ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങിയാൽ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പറയുക കോഡിംഗ് ആണെന്ന്. ബട്ട് കോഡിംഗ് ഇല്ലാതെ നമുക്ക് ഈ കണ്ട വെബ്സൈറ്റ് പോലത്തെ സെയിം വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരും. ലാസ്റ്റ് ഒരു സെക്ഷൻ കൂടി ഞാൻ അതിൽ കാണിച്ചു തരാം. സോ നമ്മൾ ഈ രണ്ട് പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? വൈ ചൂസ് വേർഡ്പ്രസ്? എന്തുകൊണ്ട് വേർഡ്പ്രസ് ചൂസ് ചെയ്യണം? ഒന്ന്, ഹൈലി കസ്റ്റമൈസബിൾ ആണ്. ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് വേർഡ്പ്രസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഷോപ്പിഫൈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനെന്ന് വെച്ചാൽ ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഷോപ്പിഫൈൻ്റെ ഡെവലപ്പർ സെക്ഷനും അതുപോലെ തന്നെ വേർഡ്പ്രസിൻ്റെ ഡെവലപ്പിംഗ് സെക്ഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിനങ്ങോട്ട് പൈസ കൊടുക്കുക ഒന്നും വേണ്ട. ഇപ്പം ഷോപ്പിഫൈ ആയാലും നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട്, സീറോ കോസ്റ്റിൽ. അതുപോലെ തന്നെ വേർഡ്പ്രസ് ആണെങ്കിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ ഷോപ്പിഫൈ പറയുകയാണെങ്കിൽ കുറേ ആപ്പ് കാര്യങ്ങളാണ്. ഇതിൻ്റെ കേസിൽ വരും പ്ലഗിൻസ് എന്നാണ് പറയുക. അത് ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻസും ഉണ്ടാവും, പ്രീമിയം ആയിട്ടുള്ള പ്ലഗിൻസും ഉണ്ടാവും. പിന്നെ മെയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോ കോഡിംഗ് ആണ്. അതുപോലെ തന്നെ റെഗുലർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വേർഡ്പ്രസിൻ്റെ കേസിൽ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വേർഡ്പ്രസ് നമുക്ക് അപ്ഡേറ്റ് വരും. പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ വേറെ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഒരു അപ്ഡേറ്റ് കണ്ട് അത് ഇംപ്ലിമെൻ്റ് ആവശ്യം വരുന്നില്ല. വേർഡ്പ്രസ് തന്നെ വേർഡ്പ്രസിൽ യൂസ് ചെയ്യുന്ന പ്ലഗിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തീംസ് ആയിക്കോട്ടെ അവർ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെയാണ്. ഓക്കെ. ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള സെക്ഷൻ നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ആ രീതിയിലാണ്. പിന്നെ ഇതൊരു ലാർജർ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ ലാർജർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആകും. കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മൾ ഫേസ് ചെയ്യുന്ന സെയിം ഇഷ്യൂസ് വേറെയും ഡെവലപ്പേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം വേർഡ്പ്രസ് എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. എല്ലാ ഇൻ്റർനാഷണൽ കമ്പനീസ് പോലും യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് വേർഡ്പ്രസ് ആണെങ്കിൽ ഷോപ്പിഫൈ ആണ്. അപ്പോൾ ഇത് രണ്ടിനും ഒരു ലാർജർ കമ്മ്യൂണിറ്റി ഉണ്ട്. സോ നമുക്ക് അങ്ങനത്തെ ഡൗട്ട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഈസിലി നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ 2025 എന്തുകൊണ്ട് ഈ രണ്ട് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഷോപ്പിഫൈ എന്താണെന്ന് പറഞ്ഞു, എന്തിനാണ് ഷോപ്പിഫൈ എന്ന് പറഞ്ഞു. വേർഡ്പ്രസ് എന്താണെന്ന് പറഞ്ഞു, എന്തിനാണ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഈ രണ്ട് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം? ഒന്ന്, കറണ്ട് ഡിമാൻഡ് ഓഫ് ഷോപ്പിഫൈ ആൻഡ് വേർഡ്പ്രസ് ഡെവലപ്പർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 5 മില്യൺ വെബ്സൈറ്റാണ് ഷോപ്പിഫൈയിൽ മാത്രമുള്ളത്. അത് 2028 ആവുമ്പോഴേക്ക് 3x ആവുകയാണ്, 15 മില്യൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മെയിൻ റീസൺ എന്ന് വെച്ചാൽ നോ കോഡിംഗ് ആണ്. ഇപ്പം നമ്മളിപ്പം ചാറ്റ് ജി പി ടിയിൽ നമ്മളിപ്പം ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു കോഡ് ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യും കോഡിങ്ങിന്. ബട്ട് അത് 100% ആക്യുറേറ്റ് ഇപ്പം ആണെന്ന് ഞാൻ പറയില്ല, ബട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഓക്കെ. അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് കംപ്ലീറ്റ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ബട്ട് 100% ആക്യുറേറ്റ് അല്ല. ബട്ട് ഫ്യൂച്ചറിൽ അത് ആക്യുറേറ്റ് ആയി വരും. അതുകൊണ്ടാണ് നോ കോഡിംഗ് വെബ്സൈറ്റ് ഇത്ര പോപ്പുലർ ആയി വരാനുള്ള റീസൺ അതാണ്. ഈവൻ ക്യാൻവ പോലും
ക്യാൻവ പോലും ഇപ്പം നോ കോഡിംഗ് വെബ്സൈറ്റിലേക്ക് മാറും. Canva Code. Now, for the first time ever, anyone can create not just visual. സോ ഇതിൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടുന്നുണ്ടാവില്ല. ക്യാൻവ പോലും ഇപ്പം നോ കോഡ് വെബ്സൈറ്റിൻ്റെ കോഡിങ്ങിൻ്റെ AI സെക്ഷൻ ക്രിയേറ്റ് തുടങ്ങി. സോ ChatGPT, കാനോ, ഡീപ്സീക്ക് ഇത്രയും ഹിറ്റ് ആവാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഡീപ്സീക്ക് മെയിൻലി ഡെവലപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ChatGPT നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഡീപ്സീക്ക് കുറച്ചുകൂടി ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോഡിങ്ങിനും കാര്യത്തിനും വേണ്ടിയാണ്. സോ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നോ കോഡാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ രണ്ടും ചൂസ് ചെയ്യാനുള്ള 2025 നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വേറൊരു ടെക് ബാക്ക്ഗ്രൗണ്ടോ അതിനൊന്നും ആവശ്യമില്ല. പിന്നെ വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആസ് എ ഫ്രീലാൻസറായി വർക്ക് ചെയ്യാം, വേറെ ജോബിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബായിട്ട് തുടരാം, ഫുൾ ടൈം ഫ്രീലാൻസറായിട്ട് തുടരാം, പാർട്ട് ടൈം ഫ്രീലാൻസറായിട്ടും വർക്ക് ചെയ്യാം. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എവിടെ വേണം, ഈവൻ ട്രാവലിംഗ് ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡ് തുടങ്ങണം. ഷോപ്പിഫൈ പഠിച്ച് അല്ലെങ്കിൽ ഷോപ്പിഫൈയിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങണം. ഒരു ഓണ്ടർപ്രണർ ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങാൻ പറ്റും. അതിലൊരു സർവീസ് ബിസിനസ് തുടങ്ങണം, സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നൊരു പ്രോഡക്റ്റിലേക്ക് ഒരു പുതിയ ഐഡിയാസ് വരും. നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുക്കണം, എങ്ങനെ ഒരു വെബ്സൈറ്റ് ചെയ്യണം, എങ്ങനെ ഇത് സെല്ല് ചെയ്യണം, ഇതിൽ എത്രത്തോളം ഏർണിങ്സ് കിട്ടും, ആ കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായി നിൽക്കും. കാരണം ഇതൊരു ഇ-കൊമേഴ്സ് സെക്ഷനാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത്. ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഞാൻ പറഞ്ഞ പോലെ 0 പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. നിങ്ങൾക്ക് ഷോപ്പിഫൈൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെവലപ്പിംഗ് സൈഡ് നിങ്ങൾക്ക് ചെയ്യാം. ലൈവ് ആക്കുമ്പോൾ മാത്രമാണ് ഇതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഷോപ്പിഫൈയിൽ. അത് ലിമിറ്റില്ല. ഓക്കെ, നമ്മൾ ഷോപ്പിഫൈ പാർട്ട്നേഴ്സ് ആണ് ഷോപ്പിഫൈ ഡെവലപ്പിംഗ് സെക്ഷന് വേണ്ടി യൂസ് ചെയ്യുക. ഷോപ്പിഫൈ എന്നുള്ള നോർമൽ പ്ലാറ്റ്ഫോം അല്ല, ഷോപ്പിഫൈ പാർട്ട്നർ എന്നുള്ള സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലാണ് ഈ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ക്യാൻവ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ക്യാൻവ കോഡിൻ്റെ ഷോപ്പിഫൈൻ്റെ ഒരു ഡാഷ്ബോർഡാണിത്. ഓക്കെ, ഷോപ്പിഫൈൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനാണ് ബാക്ക് എൻഡ് ആയിട്ട് വരുന്നത് ഷോപ്പിഫൈക്ക്. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് പ്രോഡക്ട്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് ഡെമോ ആണ് നോക്കുന്നത്. സോ നമുക്ക് ഒരു ഡെവലപ്പിംഗ് 1 സെക്കൻഡ് ആൾക്കാർ ചോദിച്ചു. സോ നമുക്ക് ഡെവലപ്പിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ആഡ് പ്രോഡക്റ്റ്, ഒരു ഹെയർ ഓയിൽ എന്നുള്ള പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ബസ് 4 സ്മൂത്ത് ഹെയർ എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. സ്മൂത്ത് ഹെയർ. ഓക്കെ, ഇവിടെ ഞാൻ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒരു ഹെയർ ഓയിലാണ് ചൂസ് ചെയ്തത്. സോ ഇതൊരു ഹെയർ ഓയിലിൻ്റെ ഇമേജാണ്. സോ ഞാൻ ഒരു ഹെയർ ഓയിൽ ആഡ് ചെയ്തു. ഇതെവിടെയാണ് ഫ്രണ്ട് എൻഡിൽ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്ക് ഒരു 300 എന്നുള്ളൊരു പ്രൈസ് കൊടുക്കാം. ഒരു കമ്പയർ പ്രൈസ് 500 കൊടുക്കാം. നമ്മൾ ചില പ്രോഡക്റ്റിനൊക്കെ കാണാം ഒരു 500 കട്ട് ചെയ്തിട്ട് 300, 20% ഓഫ്, 25% ഓഫ്, ആ രീതിയിൽ കൊടുക്കുന്നതാണിത്. അതായത് 500 ആയിരിക്കും കമ്പയർ ചെയ്യാം, 300 ആയിരിക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. ആക്ച്വൽ പ്രൈസ് ഇതാണ്, ബട്ട് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 300 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാം. 1000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 100 ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമ്മളിത് സേവ് ചെയ്യാണ്. ഒരു പ്രോഡക്റ്റ് നമ്മളെടുത്തു, സേവ് ചെയ്യും. നമുക്കിതുപോലെ ഒരു 3 പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് ഒന്നും ഹെയർ ഓയിൽ എന്ന പ്രോഡക്റ്റ് ഒന്നും ആക്റ്റീവാണ്, സ്റ്റാറ്റസ് 87 ഇൻ സ്റ്റോക്കാണ്. സോ നമുക്കിതുപോലെ ഇനിയും പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം. ഫേസ് വാഷ് ആഡ് ചെയ്യാം. ഫേസ് വാഷ് ഹിമാലയൻ്റെ ഒരു ഫേസ് വാഷ് ആഡ് ചെയ്തു. ഈ പറഞ്ഞ പോലെ തന്നെ 350 ആണ് പ്രൈസ് വരുന്നത്. കമ്പയറിംഗ് പ്രൈസ് 450 കൊടുത്തു. 100 തന്നെ ഞാൻ ക്വാണ്ടിറ്റി കൊടുത്തു. എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് 100 തന്നെ കൊടുത്തു, സേവ് ചെയ്തു. ഒരു 2 പ്രോഡക്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് എൻഡിൽ കുറച്ചുകൂടി ഡീപ്പായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫേസ് വാഷ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യാം. $250 സൺസ്ക്രീൻ ഞാൻ 250 കൊടുത്തു. കമ്പയർ പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ,
ഇതിൻ്റെ അടുത്തുള്ള ക്വാണ്ടിറ്റി ഒരു 500 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, സേവ് ചെയ്തു. ഒരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ലിപ്പാന്ന് കൊടുത്തു, ജസ്റ്റ് നെയിം കൊടുത്താണ് ഒരു ഡെമോ എന്നുള്ളതിൽ. ഒരു ഇയർ അവക്കാഡുള്ളൊരു ഫോട്ടോ, നമുക്ക് ലിപ്പാം ജസ്റ്റ് പേര് മാറ്റി കൊടുത്താണ്. അവക്കാഡുള്ളൊരു ഫോട്ടോ ലിപ്പാം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു 400 എന്നുള്ള പ്രൈസ് കൊടുത്തു, കട്ട് പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല, 1000 എന്നുള്ള സ്റ്റോക്ക് ഞാൻ കൊടുത്തു. സോ സേവ് ചെയ്തു. നമുക്ക് പ്രൊഡക്റ്റ് സെക്ഷൻ എടുത്താൽ നമ്മളിപ്പം ആഡ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും ഇവിടെ കാണാൻ പറ്റും. ലിപ്പാം ഉണ്ട്, സൺസ്ക്രീം ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്. നമുക്കിതിനൊരു കാറ്റഗറി ആക്കണം. ഹെയർ എന്നുള്ള പ്രൊഡക്റ്റിനുള്ള ഒരു കാറ്റഗറിയും ഫേസ് എന്നുള്ള 2 കാറ്റഗറി ആക്കാം. ഓക്കെ, സോ നമുക്ക് കളക്ഷൻസിലൊരു സെക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് കാറ്റഗറി ആക്കുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് എ കളക്ഷൻ കൊടുത്തു. ഹെയർ എന്നുള്ളൊരു കളക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഹെയറിന് നമ്മൾ ഹെയർ ഓയിൽ എന്നുള്ളൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മൾ ആ പ്രോഡക്റ്റ് ആഡ് ചെയ്തു. ഹെയർ എന്നുള്ളൊരു കാറ്റഗറി നമ്മളിപ്പോൾ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും കാറ്റഗറി ഉണ്ടാവും. ഹെയർ, ലിപ്പ്, അതിപ്പോൾ കോസ്മെറ്റിക് ആണ് ആ രീതിയിൽ. ഇപ്പം ഒരു ഗാഡ്ജറ്റ്സിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ നമ്മളിപ്പം പാൻറ്, ഷർട്ട് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാറ്റഗറൈസ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഹെയറിൻ്റെ ഒരു കാറ്റഗറീസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഹെയറിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഹെയർ ഫ്രീ പിക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ഹെയറിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. ഹെയറിൻ്റെ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. സോ നമ്മളിവിടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തു, ഹെയർ എന്നുള്ള കാറ്റഗറി കൊടുത്തു. ഈ പ്രോഡക്റ്റിൻ്റെ ഒരു കവർ ഇമേജ് ആയിട്ട് നമ്മൾ ഹെയർ കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, അത് അപ്ലോഡ് ആയി. സോ നമ്മളൊരു കാറ്റഗറി ആഡ് ചെയ്തു, ഹെയർ എന്നുള്ള. ഇനി നമ്മൾ ഒരു കാറ്റഗറി കൂടി, ഒരു കളക്ഷനും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഫേസ് എന്നുള്ളൊരു കാറ്റഗറി. നമ്മൾ കുറേ പ്രോഡക്റ്റ് ആഡ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഈ 3 പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഹിമാലയൻ്റെ ഫേസ് വാഷും അത് 2 സൺസ്ക്രീൻ ആണെങ്കിലും ലിബാം ഞാൻ അതിൽ തന്നെ ചൂസ് ചെയ്തു. സോ ഇതിന് നമുക്കൊരു ഇമേജ് വേണം. ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. കളക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഒരു Q&A ഉണ്ട്. നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ 2 കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ബാക്കിൽ നമ്മളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 minutes ആയിട്ടുണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ അതിനൊരു ഇമേജ് കൊടുത്തു, കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ ഡെവലപ്പിംഗ് ഫ്രണ്ട് എൻഡിലേക്ക് പോകുന്നത്. ഓൺലൈൻ സ്റ്റോറിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഇവിടെ ഒരു തീമാണ്. ഷോപ്പിഫൈ നമുക്ക് ഇഷ്ടംപോലെ തീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറൗണ്ട് 10 തീംസോളം ഷോപ്പിഫൈ പ്രൊവൈഡ് ചെയ്യും. അതിലൊരു ഫ്രീ തീമാണ് ഡോൺ എന്നുള്ളത്. സോ നമ്മളിവിടെ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. ഇതിൽ നിന്നാണ് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരാം. ഇപ്പോൾ ലോഗോ ആണെങ്കിലും അതർ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഒരു സെക്ഷൻ ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് എപ്പോഴും നമുക്കൊരു ഹീറോ സെക്ഷൻ ഉണ്ടാവും. അതിലെപ്പോഴും ഉണ്ടാവും ഒരു ബാനറാണ്. നമുക്കൊരു ഇമേജ് ബാനർ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ബാനർ ആഡ് ചെയ്യാം. നമുക്ക് അതിൽ പ്രോഡക്റ്റ്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു ബാനർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബാനർ വന്നു, ഞാൻ സേവ് ചെയ്തു. ഇതിലിപ്പം ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇതിനൊരു കളർ ഉണ്ട്. ഈ കളർ നമുക്ക് മാറ്റണം. ഈ ബോക്സിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ സ്കീമിൽ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കളർ സ്കീം 2 എടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ആണ്, അത് നമുക്ക് വൈറ്റ് ആക്കാം. സോ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യാം. ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആവും. ഓക്കെ, സോ ഞാനിപ്പോൾ വൈറ്റ് ആക്കുകയാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഹെഡിങ്, ഇനി നമുക്ക് ഈ ഹെഡിങ് കാര്യങ്ങളൊന്നും വേണ്ട, നല്ല വൃത്തിക്ക് ബാനർ വേണം, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇതും വേണ്ട. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ചെയ്യാം, ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും.
ഓക്കെ. ഈ 2 ബട്ടൺസ് ആണുള്ളത്. ബട്ടൺസ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ചില വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല, ജസ്റ്റ് ആ ഒരു സെക്ഷൻസ് മാത്രം ഉണ്ടാവും, അതായത് ഹീറോ സെക്ഷൻ മാത്രം ഉണ്ടാവും, വേറെ ബട്ടൺസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേ ബി ബട്ടൺസ് ഉണ്ടാവാം. ഓക്കെ. സോ നമ്മളൊരു ബാനർ ആഡ് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനായിട്ട് നമ്മളിപ്പോൾ കുറേ പ്രോഡക്റ്റ് ബാക്ക് എൻഡിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് അതെങ്ങനെ ഫ്രണ്ട് എൻഡിൽ എത്തിക്കാൻ നോക്കാം. ഒരു ഫീച്ചേർഡ് കളക്ഷൻ എന്നുള്ളൊരു സെക്ഷൻ ഞാൻ ആഡ് ചെയ്തു. ഇതിൻ്റെ കളക്ഷൻ്റെ കളർ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 2 കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഫേസും ഹെയറും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്താണ്. ആ കളക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ എന്താണോ ആഡ് ചെയ്തത് ആ പ്രോഡക്റ്റ് ഇവിടെ ലിസ്റ്റായി. ഇതിൻ്റെ ഹെഡിങ് സൈസ് ഫീച്ചേർഡ് പ്രോഡക്റ്റുകളാണ്. അത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ മൊബൈലിലായിരിക്കും കാണുന്നുണ്ട്, വിസിബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ ലാർജ് ആക്കാം, നമുക്ക് സ്മോൾ ആക്കാം, മീഡിയം ആക്കാം. ഞാനിപ്പോൾ മീഡിയം എന്നുള്ളൊരു സൈസ് കൊടുത്തു. ഓക്കെ. ഈ പറഞ്ഞ പോലെ നമുക്ക് കളേഴ്സ് മാറ്റണം, നമുക്ക് വൈറ്റ് ആക്കണം. ഓക്കെ. നമുക്ക് വൈറ്റ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഇതിൽ തന്നെ ഗ്രീനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകണം. നമുക്ക് ഇവിടെ പോയിട്ട് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി. ഓക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് 0 കോഡിലാണ്. കോഡിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തില്ല. നമുക്കിത് ലാസ്റ്റ് ലേ ഔട്ട് നമുക്ക് നോക്കാം. നമ്മളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫീച്ചേർഡ് കളക്ഷനിൽ ഇതിലിപ്പം ഈ സൈസൊക്കെ ഡിഫറെൻറ്റ് സൈസിലാണ്. ഇപ്പം ഹിമാലയൻ്റെ ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ സൈസ് കുറച്ച് ചെറുതാണ്. സൺസ്ക്രീനും ലിപ് ബാമും നെയിം കൊടുത്ത് ലിപ് ബാം അല്ല, ഇത് അവക്കാടൻ്റെ ഫോട്ടോയിലെ ലിപ് ബാം അല്ല, ബട്ട് നമ്മൾ പേര് കൊടുത്ത ലിപ് ബാം ആണ്. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് സൈസിലാണ്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ഒരേ സൈസ് ആക്കണം. പോർട്രേറ്റിലുള്ള ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റിൽ നമുക്ക് ഒരേ സൈസ് ആക്കാം. ഇനി ഇതെല്ലാം കുറച്ചുകൂടി ചെറുതാക്കണം. ഓക്കെ. നമുക്ക് ചെറുതാക്കാം. സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ പോർട്രേറ്റിലുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ. സോ നമുക്ക് ഇനിയും സെക്ഷൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലൊരു പ്രോഡക്റ്റ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. അതായത് നിങ്ങളൊരു ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഫീച്ചേർഡ് പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാം. അതായത് ഇതിൽ നിങ്ങളിപ്പം ഹിമാലയ ആയിരിക്കാം മേ ബി നിങ്ങളുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു പ്രോഡക്റ്റ് ഹിമാലയ ആയിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഓയിൽ ആവാം. നമുക്കൊരു ഹെയർ ഓയിൽ ചൂസ് ചെയ്യാം. ആ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് നമ്മൾ ബാക്ക് എൻഡിലായിരുന്നു ഹെയർ ഓയിലിന് നെയിം കൊടുത്തതും കട്ട് പ്രൈസ് 500 കട്ട് പ്രൈസ് കട്ട് ചെയ്തിട്ട് 300 വന്നു. ഓക്കെ. 2 ബട്ടൺസ് വന്നു, ആഡ് ടു കാർട്ട്, ബൈ നൗ. ഓക്കെ. ഇനിയും സെക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ടോക്ക് അബൌട്ട് യുവർ ബ്രാൻഡ്. നിങ്ങളുടെ ബ്രാൻഡ് എന്താണ്? നിങ്ങൾ ഇപ്പോൾ ക്ലയൻ്റ് ആണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു ബ്രാൻഡിൻ്റെ കാര്യങ്ങളുണ്ടാവും. എബൌട്ട് അസ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അത് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. ഷോർട്ടിൽ എത്ര ലെങ്ത്തിൽ വേണം കൊടുക്കാം. പക്ഷേ ഹോം പേജ് ആയതുകൊണ്ട് നമ്മൾ ടോക്ക് അബൌട്ട് യുവർ ബ്രാൻഡ് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ഒരു സെക്ഷനും കൂടി ആഡ് ചെയ്യാം. ഇതിൽ ലാസ്റ്റ് നമുക്ക് ഇനി ഇമെയിൽ സൈനപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കോൺടാക്ട് ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ആൾക്കാർക്ക് നിങ്ങളിൽ മെയിൽ അയക്കണം, കോൺടാക്ട് ചെയ്യണം. ഇതിവിടെ കോൺടാക്ട് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സെക്ഷൻ, നല്ല വൃത്തിക്കുള്ള ഒരു സെക്ഷൻ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഒരു കൊളാഷ് ആഡ് ചെയ്യാം. കൊളാഷിൻ്റെ കളർ നോർമലിനാക്കുകയാണ്, വൈറ്റിലേക്ക് ആക്കുകയാണ്. കൊളാഷിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇമേജ് ചൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇടുക, ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഒരു കൊളാക്ഷനുള്ള സെക്ഷനിൽ നമുക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഫേസ് വാഷ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ. അടിയിലൊരു കളക്ഷൻ ഉണ്ട്, യുവർ കളക്ഷൻ നെയിം. നമുക്ക് കളക്ഷൻ നെയിം കൊടുത്തിട്ട് ഇവിടെ ഒരു കളക്ഷനും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഹെയർ എന്നുള്ള കളക്ഷൻ തന്നെ ആഡ് ചെയ്യാം. ഹെയറിൻ്റെ ഫോട്ടോ ഇവിടെ വരും. ഹെയറിൻ്റെ ഫോട്ടോ വന്നു. ഓക്കെ. ഹെയർ എന്നുള്ള കളക്ഷൻ നെയിം വന്നു. നമുക്കിനി സേവ് ചെയ്യാം. ഹെഡിങ് സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാർജ് ബ്ലോക്ക് ഫസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ സെക്ഷൻസ് മാറ്റാം. ഈ ഫോട്ടോ വലുതാക്കാൻ നമുക്ക് ആ രീതിയിലാക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ കൊടുക്കാം. ഓക്കെ. മൊബൈലിൽ എങ്ങനെ വേണം, ഇപ്പം മൊബൈലിൽ ഉണ്ടാവുക വെച്ചാൽ ഈ ഒരു ലേഔട്ടാണ്. ഇനി കൊളാഷായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലേഔട്ടിൽ ആക്കാം. കോളമായിട്ടും കൊടുക്കാം. ജസ്റ്റ് മൊബൈലിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സെക്ഷൻസുകളുണ്ടാവും. ആ ഡിഫറൻസുകൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ സേവ് ചെയ്യാം. സോ നമുക്ക് ഈ റിച്ച് ടെക്സ്റ്റ് കോണ്ടാക്ട് ഫോം താഴെ ഇടാം. ഓക്കെ. സോ നമ്മൾ സേവ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു നമ്മളിപ്പം അറൗണ്ട് 10 മിനിറ്റ്സ് കൊണ്ട് ബിൽഡ് ചെയ്താണ്. നമുക്കിതിൻ്റെ ഒരു ലേ ഔട്ട് നമുക്ക് നോക്കാം.
നമ്മൾ ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ 10 minutes കൊണ്ട് ചെയ്ത വെബ്സൈറ്റ് ഇത് കംപ്ലീറ്റ്ലി ബിൽഡഡ് അല്ല, ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് നമ്മൾ 10 minutes കൊണ്ട് എന്താണ് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കളക്ഷൻസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്, ഒരു ഫീച്ചേർഡ് കളക്ഷൻ ലിസ്റ്റായി വന്നു, അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആണ്, നമ്മളെ ബ്രാൻഡ് എന്താണ് ഇവിടെ വേണമെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊളാഷ് മീഡിയ കൊടുത്തു, നമ്മൾ പ്രോഡക്റ്റ് എന്താ ഹെയർ ഉണ്ട്, അതേപോലെ തന്നെ ഫേസ് വാഷ് നമ്മൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തു. മേലെ നമ്മൾ പ്രോഡക്റ്റ് ഹൈലൈറ്റ് ചെയ്ത ഹെയർ ഓയിലാണ്. നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇവിടെ മൾട്ടിമീഡിയ കൊളാഷനിൽ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ആ രീതിയിൽ വന്ന് ഒരു കോൺടാക്ട് ഫോം വന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം, മേ ബി ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടർ കാര്യങ്ങളൊക്കെ അതും ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു 5 minutes അല്ലെങ്കിൽ 10 minutes കൊണ്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. ഇതുപോലാണ് ഓരോ വെബ്സൈറ്റും ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഷോപ്പിഫൈ കാണിച്ചു തന്ന പല വെബ്സൈറ്റും ഈ ഒരു സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത വെബ്സൈറ്റാണ്. അത് മൊത്തം ഞാൻ കാണിച്ചത്. ഈവൻ വാക്കർ ആവട്ടെ, അല്ലെങ്കിൽ ബോട്ടിൻ്റെ വെബ്സൈറ്റ് ആവട്ടെ, പ്ലം ആവട്ടെ, ഡോക്ടർ കീ ആവട്ടെ, അല്ലെങ്കിൽ ലിവൈസ് ആവട്ടെ. ഓക്കെ, സോ ഇതാണ് ഷോപ്പിഫൈ വെബ്സൈറ്റ് എങ്ങനെ ഈസിയായി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. സോ നമ്മൾ ഷോപ്പിഫൈൻ്റെ സെക്ഷനിൽ ഇതിലാർക്കും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഞാൻ കുറച്ച് കമൻറ്റ്സ് ഞാൻ റീഡ് ചെയ്യാം. കുറേ ആൾക്കാർ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മുഹമ്മദ് നൂർ ചോദിച്ചാൽ ഇതെങ്ങനെ പ്ലാൻ സെലക്ട് ചെയ്യണോ അതോ ട്രയലായി ഓപ്ഷനാണോ? നമുക്ക് ഷോപ്പിഫൈൻ്റെ കേസിൽ 2 സെക്ഷൻസാണ് വരുന്നത്. ഷോപ്പിഫൈൻ്റെ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോപ്പിഫൈ പാർട്ട്നേഴ്സാണ്. അതിലൊരിക്കലും നമ്മൾ പ്ലാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഷോപ്പിഫൈൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ക്ലയൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യും. ആ ടൈമിൽ മാത്രമാണ് നമുക്ക് പ്ലാൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഡെവലപ്പിംഗ് സൈഡിൽ നമുക്ക് 0 കോസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് പെയ്ഡ് ആണോ ഫ്രീ ആണോ? ഷോപ്പിഫൈ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആസ് എ ഡെവലപ്പിംഗ് സൈഡ് നോക്കാണ്. ബട്ട് ക്ലയൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് മന്ത്ലി ബേസിക് പാക്കേജ് 2300 പാക്കേജ് ബേസിക് പാക്കേജാണത്, അതെടുക്കണം, ആ ഒരു പ്ലാൻ എടുക്കണം. ഓക്കെ, പിന്നെ ഷോപ്പിഫൈ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് എങ്ങനെ സിമിലർ ടു വേർഡ്പ്രസ്. ഷോപ്പിഫൈയിൽ നമുക്ക് ഹോസ്റ്റിംഗ് വരുന്നത് ഷോപ്പിഫൈൻ്റെ ഓൺ ഹോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വേർഡ്പ്രസിൻ്റെ കേസിൽ 1 സെക്കൻഡ്, വേർഡ്പ്രസിൽ നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം, ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം, ഹോസ്റ്റിങ്ങിന് പ്ലാനിങ് കാര്യങ്ങളുണ്ടാവും. ഷോപ്പിഫൈൻ്റെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഡൊമൈൻ മാത്രം പർച്ചേസ് ചെയ്യാൽ മതി. ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷോപ്പിഫൈൻ്റെ ഓൺ ഹോസ്റ്റിംഗ് ആണ്. സോ നമ്മളിപ്പം വേർഡ്പ്രസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വേർഡ്പ്രസിൽ നമ്മൾ വൂക്കോമേഴ്സ് വെച്ചിട്ട് ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അനലിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡായിരിക്കും. കാരണം നമ്മൾ സെപ്പറേറ്റ് ഹോസ്റ്റിംഗ് എടുക്കുകയാണ്. പക്ഷേ ഷോപ്പിഫൈൻ്റെ കേസിൽ ഹൈ സ്പീഡ് ഹോസ്റ്റിംഗ് ഷോപ്പിഫൈ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച അധിക വെബ്സൈറ്റിലും ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഒരു 10,000 പ്രോഡക്റ്റ്സ് ഉള്ള വെബ്സൈറ്റ് പോലും നമുക്കിപ്പം അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പ്രോഡക്റ്റ്സ് വേർഡ്പ്രസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ബഗ് ഇഷ്യൂസ് കാര്യങ്ങൾ സ്ലോ ആവാം വെബ്സൈറ്റ്. പക്ഷേ ഷോപ്പിഫൈൻ്റെ കേസിൽ ഹൈ സ്പീഡ് ഹോസ്റ്റിംഗ് ഷോപ്പിഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത്? എങ്ങനത്തെ പേയ്മെൻറ്റാണ് ചോദിച്ചത്? പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണോ? അത് ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ. അല്ലെ പ്ലാൻ ആക്റ്റീവ് ചെയ്യുന്നതാണോ? ആസ് എ ഓണർ ഷോപ്പിഫൈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും ഇൻ ടോട്ടൽ? ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഏജൻസിയൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൂടിയാണ്. സോ നമ്മൾ എടുക്കുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് ബേസിസ് ആണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അറൗണ്ട് 40,000 മുതൽ നമ്മൾ വെബ്സൈറ്റ് എടുക്കും. ആസ് പെർ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡിപ്പെൻസ് ആണ്. നമ്മൾ 1 lakh വരെ കോട്ട് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആണ്. പ്രോഡക്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബ്രാൻഡിനെ മനസ്സിലാക്കുക, അവർ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക, അവർ പ്രോഡക്റ്റ് മനസ്സിലാക്കുക, അവർക്ക് എക്സ്ട്രാ കാര്യങ്ങൾ നോർമൽ ഷോപ്പിഫൈ ആണോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ആപ്പ് കാര്യങ്ങൾ ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചത് ഷോപ്പിഫൈ ബാനർ സൈസ് സ്മോൾ ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ബാനർ സൈസ് നമ്മൾ സ്മോളായി കാണിക്കാം. ഇതാണ് ബാനർ വരുന്നത്. ഇതിൽ നമുക്ക് ഹൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലാർജ് ആക്കാം, സ്മോൾ ആക്കാം, അല്ലെ നമ്മൾ എന്താണോ ഇമേജ് അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സൈസ് ആക്കാം. ഓക്കെ, സ്മോൾ ആക്കണേ സ്മോൾ ആക്കാം. ഞാനൊരു മീഡിയത്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഷോപ്പിഫൈ പ്ലഗിൻസ് യൂസ്. ഷോപ്പിഫൈയിൽ പ്ലഗിൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യാം, ഷോപ്പിഫൈയിൽ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യാം. നിങ്ങളിപ്പം വേർഡ്പ്രസ് അറിയുന്ന പോലെ തന്നെ ആപ്പ് എന്നുള്ളൊരു സെക്ഷനിലുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു ആപ്പ് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് ജസ്റ്റ് ചെയ്യാം. ഷോപ്പിഫൈ ആപ്പ് സ്റ്റോർ, നമ്മൾ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളടിക്കും ടിക്ടോക്കിന് വന്ന്, അതുപോലെ തന്നെ പല ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിൽ ആഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണിത്. അതായത് ഇൻ്റഗ്രേറ്റ് ആഡ്സ് മാനേജറായിട്ട്.
സോ ഇങ്ങനെ പല ആപ്പ് നമുക്ക് വിസിബിൾ ആയിട്ട് വന്നു. അറൗണ്ട് 32 പേജസ് ഇവിടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് മാത്രം സെർച്ച് ചെയ്തുള്ളൂ. സോ നമ്മൾ ആപ്പാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഷോപ്പിഫൈ ഓർ ഹോസ്റ്റിംഗ് ഈസ് ബെറ്റർ. ഷോപ്പിഫൈനെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിഫൈയിൽ നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇവൻ തീം ആണെങ്കിലും കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ നോർമലി ക്ലയൻസിന് വേണ്ടിയിട്ട് ഹോസ്റ്റിംഗ് എന്നാണ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഷോപ്പിഫൈയിൽ ലിങ്ക് ചെയ്യുക. ഷോപ്പിഫൈയിൽ നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും, ബട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് കമ്പാരിറ്റീവ്ലി. ദെൻ പ്രീപെയ്ഡ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം? ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ആപ്പ് യൂസ് ചെയ്യണം. ക്യാഷ് ഓൺ ഡെലിവറി ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആപ്പും ഉണ്ട്, പെയ്ഡ് ആപ്പും ഉണ്ട്. ആദ്യമൊക്കെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ അവൈലബിലിറ്റി പോയിട്ടാണുള്ളത്. സോ അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഓരോ ആപ്പ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഷോപ്പിഫൈ ആപ്പ് എക്സ്പെൻസീവ് ആണോ? ഡിപ്പെൻസ് ആണ് നമ്മൾ ഏത് ആപ്പാണ്. ഷോപ്പിഫൈയിൽ ആപ്പിൻ്റെ കേസ് വരുമ്പോൾ വൺ ടൈം പർച്ചേസ് അല്ല മോസ്റ്റ്ലി വരുന്നത്, മന്ത്ലി ആയിരിക്കും. ചിലതൊക്കെ $2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, 100-200 റുപ്പീസ്. ഡിപ്പെൻസ് ആണ് നമ്മൾ ഏതാണോ ആപ്പ് യൂസ് ചെയ്യുന്നത് അതിന് ഡിപ്പെൻസ് ആയിരിക്കും. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമുക്കുള്ള സപ്ലൈസ് ഡയറക്റ്റ് ഓർഡർ ചെയ്യുക എങ്ങനെയാണ് പോകുന്നത്? ഓക്കെ, നമുക്ക് ഷോപ്പിഫൈയിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവായിട്ടുള്ളൊരു സ്റ്റോർ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ഓർഡർ വരുന്നതെന്നുള്ളത്. ഇവിടെ ഓർഡേഴ്സിലൊരു സെക്ഷൻ ഉണ്ടാവും. നമുക്കിപ്പം ഒരു ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഫോണിലാണെങ്കിൽ ഫോണിൽ നമുക്ക് ഷോപ്പിഫൈ നോട്ടിഫിക്കേഷൻ വരും. ഇത് കണ്ടില്ലേ, ഇവിടാണ് നമുക്ക് ഓർഡർ പ്ലേസ് ആവുക. നാസിഫ് നച്ചു എന്നുള്ള ഓർഡർ പ്ലേസ് ചെയ്ത് 399 ആണ്, പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. ഇത് ഇന്ന് വന്ന ഓർഡറാണ്, ഇന്നലെ വന്ന ഓർഡേഴ്സ് ഉണ്ട്, ആപ്പിൽ 21 പെയ്ഡ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. പ്രീപെയ്ഡ് ഓർഡേഴ്സ് ഉണ്ടാവും, പോസ്റ്റ് പെയ്ഡ് ഓർഡേഴ്സ് ഉണ്ടാവും. ആ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ എനി അതർ ഡൗട്ട്സ്? നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് TVM സ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റുഡിയോ എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മളാണ് ഫസ്റ്റ് നോ കോഡിങ്ങിൽ ഷോപ്പിഫൈ ആൻഡ് വേർഡ്പ്രസ് ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ മൊഡ്യൂൾസ് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് നമ്മൾ കാണിച്ചു തരാം. ഓൾറെഡി ഒരു വലിയ ഫേമസ് ബ്രാൻഡ് ബിൽഡ് ചെയ്തതും നമ്മൾ സ്റ്റുഡൻസ് ഈ നോ കോഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ ബിൽഡ് ചെയ്തതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ സ്റ്റുഡൻസ് ചെയ്ത കുറച്ച് വെബ്സൈറ്റ് നമ്മൾ കാണിച്ചു തരാം. ഇതൊരു റോ എന്നുള്ളൊരു പ്രോട്ടീൻ ഷേക്ക് കാര്യങ്ങളൊക്കെ ജ്യൂസസ് വിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ, നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഹോം പേജ്. ഇവർ അത്രയും ഓൺലൈനിൽ സെല് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഈ ഒരു ആഡ് കാര്യങ്ങൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇതാണ് അവരുടെ വെബ്സൈറ്റ്. നമ്മൾ ഓഫ്ലൈനിൽ സ്റ്റുഡൻറ്റ് ബിൽഡ് ചെയ്ത വെബ്സൈറ്റാണിത്. കുറച്ചുകൂടി ഹോം പേജിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ട്രൈ ഔട്ട് ചെയ്ത് ഇമേജ് കാര്യങ്ങളും AI വെച്ച് ജനറേറ്റ് ചെയ്ത് എന്നിട്ട് ബിൽഡ് ചെയ്ത വെബ്സൈറ്റാണിത്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, 20 ഡേയ്സ് കൊണ്ടാണ് ഈ ഡെവലപ്പിംഗ് ആ സ്റ്റുഡൻറ്റ് പഠിച്ചത്. അവർ ഒറിജിനൽ വെബ്സൈറ്റിനെക്കാളും ബെറ്റർ ആയിട്ടാണ് അവൻ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിവൈസ് എന്നുള്ളത് ഇത് ഡെവലപ്പിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഉള്ള സ്റ്റുഡൻ്റാണ്. store.myshopify.com നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലിങ്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ലിവൈസ് കോപ്പി myshopify.com. ഇത് ലിവൈസിൻ്റെ ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലിവൈസിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ്. ഇത് കംപ്ലീറ്റഡ് അല്ല, അവരെല്ലാവരും ഡെവലപ്പിംഗ് സ്റ്റേജ് എൻഡിലേക്ക് നിൽക്കുകയാണ്. ഇതാണ് ലിവൈസിൻ്റെ ഒറിജിനൽ സ്റ്റോർ വരുന്നത്. ഷോപ്പിഫൈൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്താണ് ഇത്. ഓക്കെ, ഓഫേഴ്സ് കാര്യങ്ങളുടെ ഒരു ബാനർ സ്ക്രോൾ ആകുന്നുണ്ട്. നോർമലി എല്ലാ വെബ്സൈറ്റും നമ്മൾ കാണുന്ന പർച്ചേസ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റും പോലെ കളക്ഷൻസ് കാര്യങ്ങൾ കൂടുതൽ ജൂനിയർ, ബേബി, ഓഫറിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്താണ്. ChatGPT ആണെങ്കിലും വേറെ AI ടൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഓരോ ഇമേജസും. ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇമേജിൽ AI വെച്ച് ജനറേറ്റ് ചെയ്താണ്. ഈ ഇമേജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. ബസ് സെല്ലേഴ്സ് എന്നുള്ള സെക്ഷൻസ് ഉണ്ട്, സെയിൽ എന്നുള്ള സെക്ഷൻ ഉണ്ട്, എത്രയാണ് സെയിൽ കൊടുക്കുന്നത്. ഇത് 20 ഡേയ്സ് കൊണ്ട് നമ്മളെ ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, മെയിൻ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ജോബിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് പോലും ഫ്രീലാൻസ് ക്ലയൻറ്റ് വന്നു തുടങ്ങി. ഓക്കെ, അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് അവർക്ക് പോലും ഫ്രീലാൻസ് ക്ലയൻസ് വന്നു തുടങ്ങി. പിന്നെ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിലാണ് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. നമുക്ക് അറൗണ്ട് 4 ഡെവലപ്പേഴ്സ് നമ്മളെ ഏജൻസിയിൽ മാത്രമുണ്ട്.
4 years എക്സ്പീരിയൻസ് ഉള്ള 2 ഡെവലപ്പേഴ്സ് ഉണ്ട്, 1 year എക്സ്പീരിയൻസ് ഉള്ള 2 ഡെവലപ്പേഴ്സ് ഉണ്ട്. കാരണം ഇത് സീറോ കോഡ് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരാൾ ചോദിച്ചു ഇതിലിപ്പം കോഡിങ് കൂടി പഠിക്കാണ്. നമ്മളിപ്പം കോഡിങ് ചെയ്യാണ്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റ് ഈ റാസ്ബെറി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കോഡിങ് പഠിക്കാൻ നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ഷോപ്പിഫൈ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സീറോ കോഡഡ് ആയിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ആയി പഠിപ്പിക്കുന്നത്. നമ്മൾ ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതും കോഡിങ് ഇല്ലാതെ എങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നാളെ നമ്മൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഓണർ വേറെ ആളെടുത്ത് പോകുമ്പോൾ അത് കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവർ കുറേ ഡിഫിക്കൽട്ടീസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഈ ബ്രാൻഡ് ഓണേഴ്സ് പോലും ഷോപ്പിഫൈ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്ടിട്ടും വേറൊരാൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ മെയിൻലി ഷോപ്പിഫൈയിൽ സീറോ കോഡിൽ ഇതേപോലത്തെ വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള പഠിപ്പിക്കുന്നത്. നിങ്ങൾ കോഡിങ് ആണെങ്കിൽ വേറെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് കോഡിങ്ങിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു 6 months അല്ലെങ്കിൽ 8 months എടുത്തിട്ട് പഠിച്ച് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് e-commerce വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് IT കമ്പനികളിലാണ്. പിന്നെ ലിങ്ക്ഡിൻ കാര്യങ്ങൾ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമുക്ക് ലിങ്ക്ഡിൻ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക്ഡിൻ ജസ്റ്റ് ഒന്ന് ഷോക്കേസ് നമുക്കൊരു ഫ്രീലാൻസ് ഷോപ്പിഫൈ ഡെവലപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ അറ്റ് എ ടൈമിൽ അതായത് 24 hours ഹയറിങ്സ് ആണിത്. ലുക്കിംഗ് ഫോർ എ ഷോപ്പിഫൈ എക്സ്പെർട്ട് ഫ്രീലാൻസ്. ഓക്കെ, അർജന്റ് ഹയറിംഗ് ഫ്രീലാൻസ് റിയാക്ട് നേറ്റീവ് ഷോപ്പിഫൈ ഡെവലപ്പർ നീഡഡ്, ഫ്രീലാൻസ് വെബ് ഡിസൈനർ ഡെവലപ്പർ. ഓക്കെ, സോ ഇതൊക്കെ ഷോപ്പിഫൈ അല്ലെങ്കിൽ വേർഡ്പ്രസ് സ്കിൽസ്, വെബ് ഡിസൈൻ ഡെവലപ്മെൻറ്റ്, വേർഡ്പ്രസ്, ഓക്കെ, വെബ് ഫ്ലോ, ഷോപ്പിഫൈ എക്സെട്ര. ഇതൊക്കെ ഈ ഒരു ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ 24 hours ലിസ്റ്റായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫ്രീലാൻസിങ് ആണെങ്കിലും ഇതിൽ നമുക്ക് ജോബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജോബ് വേണമെങ്കിൽ ജോബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ജോബുകൾ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ. ദെൻ നമുക്ക് വരുന്നത് അപ്വർക്ക്, ഫൈവർ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലിങ്ക്ഡിൻ പോലെ തന്നെയാണ് ഹയറിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൂടി നമ്മൾ പ്ലേസ് ചെയ്യാം. ഇപ്പം എനിക്കൊരു പേഴ്സണൽ സോഷ്യൽ മീഡിയ ഉണ്ട്. മുമ്പ് പറഞ്ഞ ഞാൻ ഇപ്പം ബിൽഡ് വിത്ത് ആഷിഫ് അലി എന്നുള്ളതാണ്. എനിക്ക് അറൗണ്ട് 3 clients വന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേജിലധികം ഞാൻ ചെയ്ത വർക്ക്സ് കാര്യങ്ങളിടും. ആ സ്റ്റാറ്റസ് പോയി എനിക്ക് 3 ഷോപ്പിഫൈയും ഒരു വേർഡ്പ്രസിൻ്റെ വർക്കുമാണ് എനിക്ക് വന്നത്. ഓക്കെ, ആ സ്റ്റാറ്റസ് കാണുന്നുണ്ടെങ്കിൽ മേ ബി നമ്മളെ ഫ്രണ്ട് സർക്കിളായിരിക്കാം, ഫാമിലി സർക്കിളായിരിക്കാം. ഈ എല്ലാ വെബ്സൈറ്റും അതായത് ഏതൊരു ബ്രാൻഡാണെങ്കിലും ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ്, ലോഗോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും ഇപ്പം വെബ്സൈറ്റ് വേണം. ഈവൻ ഇപ്പം 2024 ഒരു സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വീട്ടമായിക്കോട്ടെ, അവർ പോലും 25 ആകുമ്പോഴേക്ക് ഇത് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഓക്കെ, കാരണം ഇത് മാൻ പവർ ഹാൻഡ്ലിങ്ങിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ആൾക്കാർ വാട്സപ്പ് കൂടിയായിരിക്കും ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പെർ ഡേ ഒരു 100 ഓർഡർ വന്നാൽ ഇവർ ആകെ എക്സോസ്റ്റഡ് ആവും. അതേ സ്ഥാനത്ത് ഷോപ്പിഫൈ e-commerce പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ഓട്ടോമേറ്റഡ് ആയി, ഓർഡർ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമില്ല. അവരെന്നെ പിക്ക് ചെയ്ത് അവരെന്നെ പേയ്മെൻറ്റ് ഓൺലൈൻ ത്രൂ ചെയ്തിട്ടുണ്ടാവും. സോ ഈ 25 ആകുമ്പോഴേക്ക് എല്ലാ ബിസിനസ് പോലും, ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് പോലും നമുക്ക് ഓൺലൈനിലേക്ക് മാറിക്കണം. അതിന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പോലും പുതിയ ഓണ്ടർപ്രണേഴ്സ്, സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പിന്നെ വെച്ചാൽ B2B ഏജൻസി ആയിട്ട്, അതായത് B2B എന്ന് വെച്ചാൽ നമുക്ക് ചില ഏജൻസീസ് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഒരു B2B ആയിട്ട് ക്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്ത് തരുന്നതിൽ, അതായത് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഡെവലപ്പർ ഉണ്ടാവില്ല മേ ബി. കാരണം നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് നമ്മളെടുത്ത് ഏജൻസീസ് കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് ഫ്രീലാൻസർ എന്നുള്ള രീതിയിലും കോൺടാക്ട് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ ഏജൻസി ടു ഏജൻസി എന്നുള്ള B2B എന്നുള്ളതിലും കോൺടാക്ട് ചെയ്യും. B2C എന്നുള്ളതിൽ, സി എന്ന് പറയുമ്പോൾ അതായത് ഫ്രീലാൻസർ എന്നുള്ളതിൽ ഏജൻസി ഹയർ ചെയ്യും. ഒരു ഫുൾ ടൈമർ ആയിരിക്കില്ല, ബട്ട് നിങ്ങൾക്കൊരു പ്രൈസ് കൊടുക്കാം. നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്നുള്ളിൽ 30,000 കൊടുക്കാൻ ഡിപ്പെൻസ് ആണ് എന്താണ് മനസ്സിലാക്കിയിട്ട്. നമ്മൾ ഈ ഒരു ഇതിൽ ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എങ്ങനെ പിച്ച് ചെയ്യേണ്ടത്, കോട്ട് എങ്ങനെ കൊടുക്കണം എന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സ് ഇൻക്ലൂഡ് ആണ്. പിന്നെ വെച്ചാൽ ഏണിങ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30,000 to 1 lakh വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ അത്രയും വാല്യൂ ഉള്ളൊരു കോഴ്സാണ്. ഞാനിപ്പോൾ ഒരു ഹയറിങ്ങിൻ്റെ ഒരു പോസ്റ്റ് എനിക്ക് വാട്സപ്പിൽ വന്നതാണ്. ഞാൻ അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി ആർ ഹയറിങ് ഷോപ്പിഫൈ ഡെവലപ്പർ, ഫുൾ ടൈം ആണ്. 20,000 to 40K ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് ആസ് എ സാലറി എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഹയറിംഗ് പോസ്റ്റർ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷോക്കേസ് ചെയ്യേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ എത്രയോ ഹയറിംഗ് പോസ്റ്റേഴ്സ് ലിങ്ക്ഡിനിലാണെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ വലിയ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏണിങ്സ് വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോഴത്തെ സ്റ്റുഡൻസ്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഓൾറെഡി ഫ്രീലാൻസ് ക്ലയൻസ് ആയി. അവർ സ്റ്റെപ്പ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കരിയർ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ അവർ ലിങ്ക്ഡിൻ ത്രൂ ആണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ UAE ഒരു സ്റ്റുഡൻറ്റിന് ലിങ്ക്ഡിനിൽ ഇതുവരെ ഒരു 2 years ബാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. ഇതുവരെ ഒരു ഇൻ്റർവ്യൂ അതിൽ പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് അവർ നമ്മളെടുത്ത് കോഴ്സ് എടുത്തു. ലിങ്ക്ഡിൻ നല്ല ഫോക്കസ്ഡ് ആയി. നമ്മൾ വീക്ക്ലി 3 പോസ്റ്റ് കൺസിസ്റ്റൻ്റായി അവരോട് ഇടാൻ പറഞ്ഞു. ലിങ്ക്ഡിൻ നമ്മൾ ചെക്ക് ചെയ്യും, വീക്ക്ലി
റിവ്യൂവും കാര്യങ്ങളും. അവർക്ക് UAE ഇപ്പോൾ 3 ഇൻ്റർവ്യൂസ് അറ്റ് എ ടൈം ഒരു 3 days ആയിട്ട് 3 ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് അതിൽ 1 നല്ല പോസിറ്റീവ് ഹൈ സാലറിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു കോൾ ബാക്കിന് മാത്രം. അത്രയും കൺഫേം ആയെന്ന് അവർ ഉറപ്പിച്ച കാര്യമാണ്. സോ ആ ഒരു ഇൻ്റർവ്യൂ വരെ അത്രയും കോൺഫിഡൻസ് തന്നെ കിട്ടിയത് ഈ ഒരു കോഴ്സിൽ നിന്നാണ്. നമ്മൾ സെക്ഷൻസ് മൊഡ്യൂളിൽ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഷോപ്പിഫൈ പാർട്ട്നേഴ്സ്. നിങ്ങൾ പറഞ്ഞ പോലെ ഷോപ്പിഫൈ വേറെതാണ്, ഷോപ്പിഫൈ പാർട്ട്നേഴ്സ് വേറെതാണ്. രണ്ടും ഒന്നാണ്. ബട്ട് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഷോപ്പിഫൈ പാർട്ട്നേഴ്സ് ആണ്. പിന്നെ വരുന്ന സ്റ്റോർ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം. ഈ കസ്റ്റമൈസേഷനിലാണ് ഡീപ്പായിട്ട് വരിക. നിങ്ങൾ കാണുന്ന ഫ്രണ്ട് എൻഡ് കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ഡീപ്പായി പഠിപ്പിക്കുക. ഓക്കെ, അതിനാണ് നമ്മൾ കൂടുതൽ ടൈം എടുക്കുന്നത്. ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഡെമോ കണ്ടു, അതൊരിക്കലും ഒരു ആസ്തെറ്റിക്കലി ബിൽഡ് ചെയ്തതല്ല, നമ്മളൊന്നും ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, കോഡിങ് ഇല്ലാണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത്. ബട്ട് കസ്റ്റമൈസേഷൻ നമ്മൾ ടീച്ച് ചെയ്യുന്നത് വെച്ചാൽ ഒരു ആസ്തെറ്റിക്കലി ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് റോ എന്നുള്ള പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ ലിവൈസ് കാണിച്ചു തന്നു, അതെങ്ങനെയാണോ അവർ ബിൽഡ് ചെയ്തത്, ഒറിജിനൽ കമ്പനി ബിൽഡ് ചെയ്തത്, അതിനേക്കാളും ഒരു 2x ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം. ഒരു ആസ്തെറ്റിക്കലി നിങ്ങൾ ഇപ്പോൾ AI കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഫീൽ ഗുഡ് ആക്കി മാറ്റാം. ഒരു പ്ലീസിങ് ഒരു ഷോപ്പിഫൈ അല്ലെങ്കിൽ ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും ഒരാൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലേ ഔട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ കണ്ടിട്ട് കാര്യമില്ല, അത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കണം പർച്ചേസ് ചെയ്യാൻ. ആ രീതിയിലായിരിക്കണം അതിൻ്റെ ഡിസൈൻസ്. അപ്പോൾ കസ്റ്റമൈസേഷൻ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമൈസേഷൻ. പിന്നെ നേരത്തെ ഒരാൾ യൂസ് പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് ചെയ്താൽ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും, മേ ബി അറിയാത്തവരുണ്ടാവും. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ബ്രാൻഡ് ഓണറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലല്ല വരിക. നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരാളെ അക്കൗണ്ട് ത്രൂ കയറിയിട്ടാണ് നമ്മളെ അല്ലെങ്കിൽ ബ്രാൻഡ് ഓണറിൻ്റെ അക്കൗണ്ടിൽ എത്തുക. അതിനൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്. ഇന്ത്യയിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ക്യാഷ് ഫ്രീ ഉണ്ട്, റേസർ പേ ഉണ്ട്. ആ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിഫൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് താഴെ നോക്കിയാൽ കാണും റേസർ പേന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, എങ്ങനെ ഓർഡർ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാം, സ്റ്റോർ എങ്ങനെ ഒരു ഫംഗ്ഷനിലാക്കേണ്ടിയിട്ട് നമുക്ക് എത്ര ആപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് അബാൻഡൻ കാർട്ട് റിക്കവറിയാണ്. ഒരു കാർട്ടിൽ നമ്മളിപ്പോൾ ചില ആൾക്കാർ പർച്ചേസ് ചെയ്ത് എൻ്റെ എത്തുമ്പോൾ അവർ മേ ബി ലെഫ്റ്റ് ആവാം. അങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് റിക്കവറി ചെയ്തിട്ട് അവരൊന്നുകൂടി റീടാർഗറ്റ് ചെയ്യുക. പിന്നെ പ്രോഡക്റ്റ് പേജ്, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് പേജ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു ലേ ഔട്ട് ഉണ്ട്. പ്രോഡക്റ്റ് പേജ് വേണം, അതിൻ്റെ നെയിം വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, അതെന്താണെന്നുള്ള ഷോക്കേസ് ചെയ്യണം, ചെറിയ പോയിൻ്റായിട്ട് ഷോക്കേസ് ചെയ്യും. നമ്മൾ പല രീതിയിൽ ഫോക്കസ് ചെയ്യും, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ ഇമെയിൽ റിവ്യൂസ്, അപ്സെൽ ചെയ്യാണ്. നമ്മൾ ചില പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇഫ് യു ബൈ ദീസ് 2 യു വിൽ ഗെറ്റ് ദിസ് പ്രൈസ് അങ്ങനെയൊക്കെ കാണാം. അല്ലെങ്കിൽ ഫ്രീക്വൻലി ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. സോ അങ്ങനത്തെ അപ്സെൽ ചെയ്യാനുള്ള എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷിപ്പിംഗ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഷിപ്പിംഗ് പാർട്ട്ണറായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരുന്നാണ് ഡെലിവറി, അവരല്ല DTC ഡെലിവറി ആണ് മോസ്റ്റ്ലി നമുക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരായിട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ അനലറ്റിക്സ് ആൻഡ് പെർഫോമൻസ് ട്രാക്കിങ്, എങ്ങനെ ഒരു സെയിൽ വന്നാൽ ഇതിങ്ങനെ അനലൈസ് ചെയ്യണം, എവിടെയാണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കുറവ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഷോപ്പിഫൈൻ്റെ കംപ്ലീറ്റ് മൊഡ്യൂളായിരിക്കും. നിങ്ങൾ ഫ്രം സ്ക്രാച്ച് സീറോന്ന് ഒരു എക്സ്പേർട്ടായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത്, ഒന്നല്ല നമ്മൾ ഈ കോഴ്സിൽ നിങ്ങൾ 2 വെബ്സൈറ്റാണ് ബിൽഡ് ചെയ്യുക. ഫസ്റ്റ് വെബ്സൈറ്റ് നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്ത് കാണിക്കും. ഇത് കംപ്ലീറ്റ്ലി തിയറി അല്ല, പ്രാക്ടിക്കലാണ്. കംപ്ലീറ്റ്ലി 100% പ്രാക്ടിക്കലാണ്. തിയറി ക്ലാസ് ചെയ്തില്ല, നമ്മൾ ലൈവായിട്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ ടീച്ച് ചെയ്യാം. ഓക്കെ, സോ കംപ്ലീറ്റ്ലി 100% പ്രാക്ടിക്കലായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ബോണസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് ആഡ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൽ നമുക്ക് ഒരു ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ സെല് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള സ്റ്റുഡൻസിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അപ്സ്കിൽ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഓക്കെ, അവർക്ക് ഒരു ഫുള്ളായിട്ട് ഫ്രീലാൻസിങ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്, ഇപ്പം +2 കഴിഞ്ഞ 1-2 സ്റ്റുഡൻസ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതെന്ന് വെച്ചാൽ ആർക്കും വേണം പഠിക്കാം. അതിൽ തന്നെ ഈ ഓണ്ടർപ്രണേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ മെറ്റാ ആഡ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ പല ആഡ്സും കാണും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലിപ്പം ചില ആൾക്കാർക്ക് ആഡ്സൊക്കെ അറിയാമായിരിക്കും. നമ്മൾ ഓരോ സ്റ്റോറി കഴിയുമ്പം ആഡ് വന്നു കൊടുക്കും. ആ ആഡ് എങ്ങനെ കൊടുക്കാം, അതായത് എന്താണ് മെറ്റാ ആഡ്സ്, അതിൻ്റെ ബിസിനസ് മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ട് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം, ക്യാമ്പയിൻ എങ്ങനെ, ഒരു ആഡിൻ്റെ ക്യാമ്പയിനിങ്, ക്രിയേറ്റിംഗ് വിന്നിങ് ആഡ് ക്രിയേറ്റീവ്സ്. ചില നമ്മൾ വീഡിയോസ് കാണാം, ചിലത് നമ്മൾ കരോസലാണ്, ചിലത് പോസ്റ്റേഴ്സാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഓഡിയൻസ് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹെയർ ഓയിൽ, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പറയുന്നതാണെങ്കിൽ ലിപ്പ്
ലിപ്സ്റ്റിക്ക് നമുക്ക് ഒരിക്കലും മെന്നിനെ കാണിച്ച കാര്യമില്ല. അത് വുമണിന് ടാർഗറ്റ് ചെയ്ത് ഒരു ഏജ് കാറ്റഗറി, ഒരു ജെൻസി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യാം. ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്, ഓരോ പ്രോഡക്റ്റിനും ഓരോ ടാർഗറ്റിംഗ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യും, എങ്ങനെ ടാർഗറ്റ് ചെയ്യണം, ഒരു ഓഡിയൻസിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം കാര്യം. പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി സെയിൽ വരാം. ഓക്കെ, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ആ സെയിലിൽ എന്താണ് സംഭവിക്കുന്നത്, അതെങ്ങനെയാണ്, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സെയിൽ എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോഴത്തെ സെയിൽ വന്ന് അത് മെറ്റയിലാണെങ്കിലും അതേപോലെ തന്നെ ഷോപ്പിഫൈയിലും എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിക്സൽ കാര്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാനുണ്ടാവും. പിക്സൽ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൂടി റിഫ്ലക്റ്റ് ആണ്. നമ്മളിപ്പോൾ മെറ്റ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷോപ്പിഫൈയിലെത്തണം, ആ ഷോപ്പിഫൈയിൽ ഒരാൾ വാങ്ങി എന്നുള്ള ഡാറ്റ വീണ്ടും മെറ്റയിലെത്തണം. അതെങ്ങനെ ട്രാക്ക് ചെയ്യാം, അതിൻ്റെ പിക്സൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് വേറെ ബോണസ് മൊഡ്യൂൾ, കരിയറും ഫ്രീലാൻസ് സപ്പോർട്ടും. ഒന്ന് ലിങ്ക്ഡിൻ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, വീക്ക്ലി നമ്മൾ ടാസ്ക് കൊടുക്കും, നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങൾ ചോദിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ UAE ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻറ്റും സെയിം എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റിസ്യൂം, പോർട്ട്ഫോളിയോ, ഒരു ബിൽഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഷോപ്പിഫൈയും വേർഡ്പ്രസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേറെ ഇൻറ്റേൺഷിപ്പിൻ്റെ ആവശ്യമില്ല. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിയറി പഠിച്ചിട്ട് വീണ്ടും ഒരു പ്രാക്ടിക്കലി ചെയ്യേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ കേസിൽ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളുടെ കയ്യിൽ 4 വെബ്സൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, നാളെ നിങ്ങളൊരു വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസോ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഡെവലപ്പറാണെന്ന് മേ ബി കാണിക്കാൻ പറ്റില്ലായിരിക്കും. ബട്ട് ഇതിൻ്റെ കേസിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് വരുന്നത് വിന്നിങ് ആഡ്സിനെ ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കരിയർ സപ്പോർട്ട്, ഫ്രീലാൻസിങ് ഗൈഡൻസ്, അതുപോലെ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലയൻറ്റിന് എങ്ങനെ പിച്ച് ചെയ്യണം, എങ്ങനെ കോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റും മെറ്റ ആഡ്സിലും വരുന്നത്. ഇതുപോലെ തന്നെയാണ് വേർഡ്പ്രസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, വേർഡ്പ്രസിൻ്റെ കേസിൽ ഈ വെബ്സൈറ്റിൻ്റെ വയർ ഫ്രെയിമിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനുമാണ്. ആ പ്ലാനിങ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വെബ്സൈറ്റ് പ്ലാനിങ്ങും വയർ ഫ്രെയിമിങ് ഉണ്ടാവും. പിന്നെ ഡൊമൈൻ ഹോസ്റ്റിംഗ്, ഒരു ഡൊമൈൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. അതിന് ആപ്റ്റായ നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കാം, പിന്നെ അതിൻ്റെ SSL സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെ ആക്കാം. പിന്നെ cPanel എന്ന് വെച്ചാൽ ഇത് ഹോസ്റ്റിങ്ങും നമുക്ക് ഡൊമൈനും അറ്റ് എ ടൈം ഡിഫറെൻറ്റ് ചാനലിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ അത് അറ്റ് എ ടൈം നമുക്കൊരു സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇൻസ്റ്റാളിങ് വേർഡ്പ്രസ്. നമ്മൾ ജസ്റ്റ് ഡൊമൈൻ പർച്ചേസ് കൊണ്ട് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആവില്ല. വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം, അത് ഡൊമൈൻ അണ്ടറിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ബാക്കൻഡിൽ വേർഡ്പ്രസിൽ വീണ്ടും ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. കസ്റ്റമൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷൻ പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് കസ്റ്റമൈസേഷൻ. അതായത് നിങ്ങൾ നേരത്തെ കണ്ട ഒരു ബ്ലാങ്ക് പേജിൽ നിന്ന് സൽമാൻ വേർഡ്പ്രസിൽ നാസാൻ്റെ 2 സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ 2 സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത പോലെ വെറും ബ്ലാങ്ക് പേജ് എന്നായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചില വെബ്സൈറ്റ് കണ്ടാൽ ചിലപ്പോൾ ഒരു 10 പേജൊക്കെ ഉണ്ടാവും. ഓരോ പേജിനും ഓരോ ലേഔട്ട് ആയിരിക്കും, ഓരോ ഫംഗ്ഷനിങ് ആയിരിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ചൂസിങ് ഇൻസ്റ്റാളിങ് തീം കാര്യങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലഗിൻസ്, ഓപ്റ്റബിൾ ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ടാവും. ചിലത് നമ്മൾ പറയുകയാണെങ്കിൽ വാട്സപ്പൊക്കെ ബട്ടണൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ പ്ലഗിൻസ് എങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നല്ല ഫംഗ്ഷണൽ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 സെക്കൻഡിനുള്ളിൽ ഫസ്റ്റ് ബാനർ നമുക്ക് വിസിബിൾ ആവണം, അല്ലെങ്കിൽ ആൾക്കാർ ബാക്കടിച്ച് പോകും. ഓക്കെ, സോ അങ്ങനെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഇതൊക്കെ ആർക്കൊക്കെ ആക്സസ് കാര്യങ്ങൾ റോൾ കൊടുക്കുക എന്നുള്ള. പിന്നെ ഇത് ചില വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ ബാക്കപ്പ് വേണ്ടി വരും. അല്ലെങ്കിൽ മേ ബി വെബ്സൈറ്റിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് പേജ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എറേസ് ഫിക്സ് ചെയ്യേണ്ടി. സോ നമുക്ക് എപ്പോഴും ബാക്കപ്പ് അങ്ങനെ എടുത്തു വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ ചാറ്റ് ടൂൾസ് കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചാറ്റ് ബട്ടൺ കൊടുക്കാം, കോഡ് ബട്ടൺ കൊടുക്കാം, അതൊക്കെ എങ്ങനെയാണ്. പിന്നെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺടാക്ട് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഇതാണ് മൊഡ്യൂൾസ്. ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ഫ്രം ബ്ലാങ്ക് നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് എങ്ങനെയാണോ ചെയ്ത് അതുപോലത്തെ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൂ. ആഡ് കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വിന്നിങ് ആഡ് ചെയ്യാം. വെറുതെ ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് അതിലെങ്ങനെ സെയിൽ വരാമെന്നല്ല. നമ്മൾ ഓണ്ടർപ്രണർഷിപ്പം വന്നതും അവർ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അവർ ആഡ് ചെയ്ത് സ്വന്തമായിട്ട് സെയിൽ കൊണ്ടുവരാണ്. അവർ ഇതുവരെ വാട്സപ്പ് ത്രൂ ഒക്കെയാണ് ഓർഡർ എടുത്തത്. സോ അവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. അവർ ചെയ്യുന്നതും നല്ല പ്രീമിയം തീമൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഭയങ്കര ആസ്തറ്റിക് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീജ്.in എന്നാണ് അവരെ ബീജ് എന്നുള്ള പേജാണ്. അവർ അത്യാവശ്യം നല്ല കൊളാബൊക്കെ ചെയ്താണ്. പ്രിയ വാര്യറും അങ്ങനത്തെ ആക്ടേഴ്സൊക്കെ ആയിട്ട് കൊളാബ് ചെയ്ത ഒരാളാണ്. സോ ബോണസ് മൊഡ്യൂൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. വേർഡ്പ്രസ് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇങ്ങനെ ഒരു നോളജ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വലിയ കാര്യം. എങ്ങനെ ഇങ്ങനെ ഒരു നോളജ് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലേ, സംതിങ് വെരി ബ്യൂട്ടിഫുൾ. അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നത് ഒരു ടെക്നിക്കൽ നോളജ് പോലും ഇല്ലാത്ത ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ നല്ലത്. Thank you for explaining very beautifully and showing these demos. And ഇടയ്ക്ക് വന്ന ആ പുള്ളി പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ സ്റ്റഡി ഒക്കെ അറിയാം.
ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. റൈറ്റ് നാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡ് പ്രസിന്റെ സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ദിസ് ഇസ് വെരി ഗുഡ്. ഡെഫിനറ്റ്ലി വിൽ ക്യാച്ച് അപ്പ്. ഇരിക്കാം. ഓക്കെ, താങ്ക് യു. All the best for the rest of the guys who are planning to join. ഓക്കെ. സോ Thank you. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? നമുക്ക് അതിൻ്റെ പേരില്ല എന്നാൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ സംസാരിക്കുന്നോ? എല്ലാവർക്കും ഇൻസൈറ്റ് ഓക്കെ ആണോ? എല്ലാവർക്കും റിവ്യൂ, ഓരോരുത്തർ റിവ്യൂസ് ഒന്ന് ഷെയർ ചെയ്യുമോ? കുറേ ആൾക്കാർ ലൈക്ക് ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ബൈ. Take it.